ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊലത്താണ്. ഞാൻ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ച് റൈഡിങ് വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന്, റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂരാണ് സ്ഥലം വരുന്നത്. കാവന്നൂർ നിന്ന് മലപ്പുറം ജില്ലയിലെ അരീക്കോടിൻ്റെയും മഞ്ചേരിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു ടൗണാണ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ബുള്ളറ്റ് ഞങ്ങൾ എടുത്തു. അപ്പോൾ എടുത്തതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഓടിച്ചിട്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ വർക്കുകൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയുന്നത്, ഇതൊരു സി എൻ ജിയും പഴയ വണ്ടിയാണ്. അപ്പോൾ ഈ സി എൻ ജിയും പഴയ വണ്ടിയിൽ ഇതിന്റെ മുകളിൽ ഇട്ടേക്കുന്ന ഫ്രണ്ട് സ്പോക്കറ്റ് എന്ന് പറഞ്ഞ 18 ടീത്താണ്. ഇതുണ്ടല്ലേ, ഈ 18 ടീത്ത് ചില ആളുകൾ ഇപ്പൊ പഴയ വണ്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത്, കൂടുതൽ ആളുകളും പഴയ വണ്ടി ഉപയോഗിക്കുന്ന ഈ ടോർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇത് കസ്റ്റമറിന്റെ റിലേറ്റീവ് ആരോ ഉപയോഗിക്കുന്ന സമയത്ത് ഹൈവേ യൂസിന് വേണ്ടി ചെയ്താന്നാണ് പറഞ്ഞത്. ഇത് ട്രിവാൻഡ്രത്തുള്ള ഒരു കസ്റ്റമർ വണ്ടിയാണ്, ചെന്നൈയിൽ നിന്നാണ് വണ്ടി വന്നത്. അപ്പോൾ ഇത് നോക്കുക, 18 ടീത്ത് സ്പോക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഇതിൽ സാധാരണ കമ്പനി വരുന്ന ടീത്ത് പറഞ്ഞാൽ 16 ടീത്താണ്. റോയൽ എൻഫീൽഡ് UC സ്റ്റാൻഡേർഡിന് വരുന്നത് 15 ടീത്തുമാണ് കേട്ടോ. അപ്പോൾ ഇതിന് 16 ടീത്ത് ആണ് വരുന്നത്. ഈ 16 ടീത്ത് ഉള്ളത് കൊണ്ട് ഈ 18 ടീത്തിലേക്ക് മാറ്റി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ലോ എൻഡ് ടോർക്ക്, അതായത് 40-ന് താഴേക്ക് വണ്ടി ഓടില്ല എന്നുള്ളതാണ്. ടോർക്ക് ഗണ്യമായി കുറയും. പക്ഷെ ഹൈവേ സ്പീഡ് കുറച്ചുകൂടി കൂടും. കുറച്ചും കൂടെ 70-ന്റെ മുകളിലൊക്കെ പോകാൻ വേണ്ടി പെട്ടെന്ന് സ്പീഡ് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ സി എഞ്ചിനിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ടോർക്ക് ഗണ്യമായി കുറയുന്നുള്ള തന്നെയാണ്. അപ്പം ആരെങ്കിലും നമ്മൾ സാധാരണ ഇപ്പോൾ സ്റ്റാൻഡേർഡ് വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, UC സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന ആളുകൾ, UC ക്ലാസിക് ഉപയോഗിക്കുന്ന ആൾ, UC സ്റ്റാൻഡേർഡ് ഒരു ബുള്ളറ്റ് എടുക്കുക എന്നതുപരിയായിട്ട് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുക, എനിക്ക് സ്റ്റാൻഡേർഡ് മതിയെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഒന്നൊരു വിഷയമല്ല, വണ്ടി ഓടിയാൽ മതി. അതല്ല, സ്റ്റാൻഡേർഡ് എടുക്കുന്ന ടോർക്ക് ആഗ്രഹിച്ചിട്ടാണ് എങ്കിൽ സ്റ്റാൻഡേർഡിന്റെ ചെയിൻ സോക്കറ്റ് തന്നെ ഉപയോഗിക്കുക. അതായത് അത് മാത്രമേ ടോർക്ക്, അതായത് 40-ന്റെ ചോട വണ്ടി ഓടുള്ളൂ ടോർക്ക് ഗിയറിൽ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ക്ലാസിക്കിന്റെ സോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടോർക്ക് കുറയും. പിന്നെ ചില ആളുകൾ 500 സോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയിൻ സോക്കറ്റ്, അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 15 ടീത്തുള്ള ഫ്രണ്ട് 15 ടീത്തുള്ള സോക്കറ്റ് ഉപയോഗിക്കുക. ഇത് 500 cc ലൈറ്റ്നിങ് മാച്ചിസ്മോ എന്നൊക്കെ പറഞ്ഞ വണ്ടിക്ക് വന്ന ഫ്രണ്ട് സ്പോക്കറ്റ് ആണത്. ഈ 18 ടീത്ത്, 17, 18, 16 ഈ 3 ടീത്താണ് സി എഞ്ചിന് വന്നിരുന്ന ടീത്ത്. പിന്നെ വളരെ റെയർ ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് 15 ടീത്തൊക്കെ വന്നിരുന്നു. അതിപ്പം കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ടോർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി 15 ടീത്ത് സ്പോക്കറ്റൊക്കെ വന്നിരുന്നു. ഇപ്പം ഏതായാലും ലഭ്യമല്ല എന്നാണ് എൻ്റെ അറിവ്. ആരെങ്കിലും ഉണ്ടെന്ന് പറയാട്ടോ. അപ്പം ഇത് 16 ടീത്ത് തന്നെ ഉപയോഗിക്കാം. മാക്സിമം CI എഞ്ചിൽ 16 ടീത്ത് തന്നെ ഉപയോഗിക്കാം. ടീത്ത് ഇത് കൂടുതലായിട്ട് കോമൺ ആളുകളൊന്നും ഈ ഒരു ടീത്ത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. വളരെ റെയർ ആയിട്ട് ഈ ടീത്തൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ടീത്ത് ഉപയോഗിച്ച് എന്താ സംഭവിക്കുക വെച്ചാൽ, ലോ എൻഡ് ടോർക്ക്, അതായത് ഗിയർ എടുക്കടി മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഹൈ സ്പീഡിൽ കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടുമെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവ് തന്നെയാണ് ഈ CS പോക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, സ്റ്റാൻഡേർഡ് വണ്ടി എടുത്തിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മളിന്ന് ഓടിക്കാൻ പോകുന്ന വണ്ടി DS3 സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പം ക്ലാസിക്, ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തു എന്ന് വിചാരിക്കും. നിങ്ങളൊരു കസ്റ്റമറാണ്, ഞാൻ വണ്ടി എടുത്തു. ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ വണ്ടി കൂടുതൽ സ്ട്രഗിൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 2, 3, 4 പ്രാവശ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള, കിക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. കിക്കർ ഓവർ ടൈറ്റ് ആവുന്നുണ്ടെങ്കിലും, കിക്ക് ചെയ്യാൻ ഓവർ സ്റ്റാർട്ടിങ് വിഷയം ഉണ്ടെങ്കിൽ കാർബറേറ്ററിന്റെ ടൂണിങ്, സ്പാർക്ക് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ പുതിയ വണ്ടി എടുത്താൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് സിംഗിൾ കിക്കിന് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എങ്കിൽ സാധാരണ ഒന്നെങ്കിലും ഒഴിഞ്ഞു പോയി, രണ്ടാമത് കിക്കിന് എന്തായാലും സ്റ്റാർട്ടാണ് വണ്ടി. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്തു, വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് തന്നെ ആയാലും ഓയിൽ ചേഞ്ച് നിർബന്ധമായിട്ട് ചെയ്യുക. നിങ്ങളെ വണ്ടി നിങ്ങളെ അണ്ടറിൽ നിങ്ങളൊരു സർവീസ് ഷെഡ്യൂൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടിയാണെങ്കിൽ ഓയിൽ ബ്ലാക്കിഷ് ആവില്ല. അപ്പൊ ചില ആളുകൾ ഓയിൽ ബ്ലാക്ക് ആവാൻ വേണ്ടി കാത്തിക്കും, കട്ടിയാവാൻ വേണ്ടി കാത്തിക്കും. അപ്പോൾ നല്ല രീതിയിൽ 4000-5000 കിലോമീറ്ററിലൊക്കെ ഓടിക്കുന്ന വണ്ടിയാണ്, നിങ്ങൾക്ക് ആ ഓയിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഓയിൽ കിട്ടുള്ളൂ. അപ്പൊ ക്ലീൻ ആയിട്ടുള്ള ഓയിൽ കണ്ടിട്ട് നിങ്ങൾ മാറ്റാൻ, അപ്പൊ കസ്റ്റമറോടൊപ്പം ചോദിക്കുക എത്ര കിലോമീറ്ററാണ് ഓയിൽ മാറ്റുന്നത്. നിങ്ങളെ പ്രീവിയസ് കസ്റ്റമറോട് ചോദിക്കുക എത്ര കിലോമീറ്ററാണ് ഓയിൽ മാറ്റാറുണ്ടായിരുന്നത്. ആ ഒരു കിലോമീറ്ററിന് ഓയിൽ മെയിൻറ്റെയിൻ ചെയ്ത് 5000 കിലോമീറ്ററിൽ പഴയ വണ്ടിയാണ്, എന്തായാലും മിനറൽ ഓയിലാണ് 6000 നിർബന്ധമായിട്ട് മാറ്റിയിരിക്കുക. അത് നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വണ്ടി നല്ല രീതിയിൽ ഓടാനും മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്.
അപ്പൊ ഒരു 6000 കിലോമീറ്ററിൽ നിർബന്ധമായിട്ട് ഓയിൽ മാറ്റുക. എവറി 3000 കിലോമീറ്ററിലും ഓയിൽ ചെക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് പിന്നെ 6000 കിലോമീറ്റർ ഓയിൽ മാറ്റി അങ്ങനെ തന്നെ ഓടുന്ന ആളുകൾ ഉണ്ടാവും 6000 വരെ. അപ്പൊ അത് ശ്രദ്ധിക്കുക, 3000 കിലോമീറ്റർ നിർബന്ധമായിട്ട് ഓയിൽ ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ ഇത് ഓക്കെ ആവണം. പിന്നെ ഓയിൽ മാറ്റുന്ന സമയത്ത് എഞ്ചിന്റെ താഴെ വരുന്ന ഓയിൽ സ്ട്രൈനർ, പ്രൈമറി ഫിൽട്ടർ എന്നതിന് പറയാം, ആ ഒരു ഓയിൽ സ്ട്രൈനർ നിർബന്ധമായി അയച്ച് ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ഈ വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിക്കുന്നത് സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. ആ വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിക്കുക. എനിക്കിപ്പോ ഞാൻ ഈ ആക്സിലേറ്റർ ടോട്ടൽ കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ ടോട്ടൽ കൊടുക്കുന്നതായിട്ട് വണ്ടി ഒരു ത്രോട്ടിൽ ഒഴിവാക്കി ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു ഇടിപ്പ് തോന്നും, ഒരു വണ്ടി കുത്തിയെടുക്കുന്ന മാതിരി തോന്നും. അപ്പൊ അങ്ങനെ വല്ലാതൊരു കുത്തൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ നല്ല രീതിയിൽ ക്ഷീണം തോന്നുന്ന സമയം, വണ്ടി ഓടിക്കാനുള്ള എല്ലാ സ്മൂത്ത്നെസ്സും നഷ്ടപ്പെടുന്നിട്ടാണ് ത്രോട്ടിൽ ഒഴിവാക്കേണ്ടത്, കൊടുക്കാൻ വണ്ടിയിൽ എടുത്ത് ചാടി പോകാന്നുള്ളത്. അതിന്റെ മെയിൻ കാരണം അതിന്റെ വീൽ റബ്ബറാണ്, പുഷ് റബ്ബർ എന്ന് പറയും. വീലിന്റെ ഇടയിൽ കിടന്ന റബ്ബറാണ്. ആ റബ്ബറിന് തേയ്മാനം വന്നിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സംഗതി മാറ്റി കൊടുക്കുക. 160 രൂപ വരെ മാത്രമേ ഉള്ളൂ. ആ വണ്ടി മാറ്റിയാൽ തന്നെ നിങ്ങൾ വണ്ടി പകുതി ഫിറ്റ് ആയി കേട്ടോ. അതായത് ആ ഓടിക്കുന്ന കാര്യത്തിൽ. പിന്നെ ഓടിക്കുന്ന സമയത്ത് ചെയിന്റെ നോയ്സ് ഉണ്ടോ നോക്കുക. ചെയിൻ വല്ലാതെ കയറി ഇറങ്ങി അത് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പോർഷനിൽ എത്തുന്ന സമയത്ത് ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ചെയിൻ ലോക്ക് നോക്കുക കേട്ടോ. പ്രത്യേക പോർഷനിൽ എന്നുള്ള ഒരു വരുന്ന ചെയിൻ ലോക്ക് ഉണ്ടെങ്കിൽ ചെയിൻ ലോക്ക് വേണ്ട, ചെയിൻ മാറ്റി കൊടുക്കുക. അല്ല, ചെയിന്റെ ലോക്ക് മാറ്റി കൊടുത്താൽ മതി. ചെയിൻ സോക്കറ്റ് കംപ്ലീറ്റ് മാറ്റേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ തണ്ടർബേർഡ്, അതേമാതിരി ബാക്ക് ഡിസ്ക് വരുന്ന ടൈപ്പ് വണ്ടിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്, റിയർ ഡിസ്ക് ടൈപ്പ് വണ്ടിയാണ് എടുക്കുന്നത്, കറക്റ്റ് അലൈൻമെന്റ് ചെക്ക് ചെയ്യാതെ, അതായത് ഫ്രണ്ട് സ്പോക്കറ്റും ബാക്ക് സ്പോക്കറ്റും തമ്മിൽ അലൈൻമെന്റ് ക്ലിയർ ആയിട്ടാണോ ചെയിൻ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കുക. ഇതിൽ നമ്മൾ ചെയിൻ ടീറ്റ് ചാടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുമെങ്കിലും ഒരു പരിധി വരെ ഇത് നോക്കേണ്ടതുണ്ട്. പക്ഷേ ഡിസ്ക് ബ്രേക്കുള്ള ടൈപ്പ് അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് ഫ്രണ്ട് സ്പോക്കറ്റിന്റെയും ബാക്ക് സ്പോക്കറ്റിന്റെയും അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാം. ആ കമന്റ് അലൈൻമെന്റ് നോക്കുന്ന പറഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ അതൊന്ന് നോക്കുക. ചെയിൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ചെയിന്റെ നോയ്സ് പോകട്ടോ. പിന്നെ മഴക്കാലം കഴിഞ്ഞ പ്രത്യേകം പറയാനുള്ള ആഴ്ചയിൽ വീക്കിൽ ഒരിക്കൽ നിർബന്ധമായിട്ട് ഓയിൽ അടിച്ചു കൊടുക്കുക. ലൂബ് തന്നെ വാങ്ങി അടിക്കേണ്ട കാര്യമില്ല, വലിയ പൈസ കൊടുത്ത് ലൂബ് അടിക്കണം. എല്ലാവരും വിചാരിച്ച് ലൂബ് അടിച്ചു കഴിഞ്ഞാൽ വലിയ ചെയിൻ ലാസ്റ്റ് ചെയ്യുന്നത്, അതൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ എന്റെ ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത്. ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ എന്റെ വണ്ടി ലൂബ് അടിച്ചില്ല. ലൂബ് കുറച്ചൊരു യൂസേഴ്സ് ഫ്രണ്ട്ലി ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു അഭിപ്രായത്തിൽ യൂസേഴ്സ് ഫ്രണ്ട്ലി ആണ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് വാങ്ങി അടിക്കാൻ പറ്റും. അത് നല്ല എഞ്ചിൻ ഓയിൽ അല്ല, എഞ്ചിൻ ഓയിൽ മാറ്റുന്ന ഓയിലുകൾ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഓട്ടുന്ന ഒരു ഓയിൽ പമ്പ് 200 രൂപ 250 രൂപ ഓയിൽ പമ്പ് വീട്ടിൽ വാങ്ങി വെക്കുക. അപ്പൊ ആ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഓയിൽ മാറ്റുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് പറയാം കുറച്ച് ഓയിൽ വേണം, ഓയിൽ കിട്ടാന്ന് വാങ്ങി അതിൽ ഒഴിച്ചിട്ട് അത് ആഴ്ചയിൽ ഒരിക്കൽ കുറച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. വല്ലാതെ ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ആവശ്യമുള്ളത്. ഞങ്ങളിപ്പോ ലൂബൊക്കെ വാങ്ങി അടിക്കുമ്പോൾ അല്ല ഒരു ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നേക്കാളും പൈസ വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കും. 3-4 ദിവസം അടിക്കുന്ന സമയത്ത് ഒരു മോശം ഞാൻ പറയുന്നില്ല. ഒരു എക്സ്പെൻസ് കുറക്കാനുള്ള വഴിയായിട്ട് ഞാൻ പറഞ്ഞതാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ലൂബ് അടിച്ചുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ലൂബ് തന്നെ വേണം നിർബന്ധമില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒന്നേ വരെ എന്റെ വണ്ടിക്ക് ഞാൻ ലൂബ് അടിച്ചിട്ടില്ല. അതും ഒരു വാസ്തവമാണ്. എന്നുകരുതി വണ്ടിക്ക് സ്മൂത്ത്നെസ്സിനോ പിന്നെ ചെയിൻ സ്പോക്കറ്റ് തേയ്മാനോ ഒന്നുമുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കി അത് നമ്മൾ ചില ആൾക്കാർ അടിച്ചേൽപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കപ്പിൻ റബ്ബറിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഫ്രണ്ട് ബ്രേക്ക് ഞാൻ അപ്ലൈ ചെയ്തു നോക്കുക. ഈ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വിട്ടിട്ടും വണ്ടി ഫ്രീ ആയിട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ജാം ഇല്ല എന്ന് മനസ്സിലാക്കാം നമുക്ക് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ഞാൻ അപ്ലൈ ചെയ്താൽ വീണ്ടും അപ്ലൈ ചെയ്യാണ് കണ്ടോ. എന്നിട്ടും നമ്മൾ ക്ലച്ച് പിടിച്ച വണ്ടി നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നീങ്ങുന്നുണ്ട് എങ്കിൽ ഓക്കെ, ഫ്രണ്ട് ബ്രേക്ക് ജാം ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുമാതിരി തന്നെ റിയർ ബ്രേക്കും ചെക്ക് ചെയ്യാം ഇതിന്റെ. അപ്പൊ റിയർ ബ്രേക്കും നമ്മൾ ഓടുന്ന സമയത്ത് വെറുതെ ചവിട്ടുക, എന്നിട്ട് ഫ്രീ ആയിട്ട് ത്രോട്ടിൽ കൊടുക്കാതെ ഫ്രീ ആയിട്ട് വിട്ടു നോക്കുക. അപ്പൊ റിയർ ബ്രേക്ക് ജാം ഉണ്ടെന്ന് നോക്കുക. റിയർ ബ്രേക്ക് ജാം ഇല്ല. അപ്പൊ 2 വീലും ഓക്കെയാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം പറയാം. അപ്പൊ 2 വീലും ഓക്കെയാണ്, സ്പോക്കറ്റ് ഓക്കെ ആണെന്ന് അതിൽ മനസ്സിലാക്കാം. പിന്നെ ഒരു ടീത്ത് പൊട്ടിപ്പോയി എന്ന് കരുതി ചെയിൻ സോക്കറ്റ് പാഞ്ഞു പോയി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒരു ടീത്ത് പൊട്ടിയാലും കുറച്ചുകൂടെ കൂടും കേട്ടോ. കാരണം നിങ്ങൾ കയ്യിൽ നിന്നും പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലും വല്ല ഹൈറേഞ്ച് മേഖല ഉപയോഗിക്കുന്ന ആളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ടീത്ത് പോയിട്ട് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. 1-2 ടീത്ത് പോയിട്ട് വണ്ടി കുറച്ചുകൂടെ ഓടും. ആവും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ചാടിപ്പോയി ചെയിൻ സോക്കറ്റ് മാറ്റി പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത് ഓക്കെ. 2 വീലും ഓക്കെയാണ്. കീഴിലെ റബ്ബർ ഞാൻ നോക്കി, അത് ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ വണ്ടി സ്ട്രൈറ്റ് പൊടിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രൈറ്റ് ആണ് ഓടിക്കുകയാണ്.
ഈ സ്ട്രൈറ്റ് ഓടിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ വളക്കുന്ന സമയത്ത് പെട്ടെന്ന് വെട്ടിക്കുന്ന സമയങ്ങൾ സ്റ്റാൻഡ് ഹാൻഡിലിന് ചെറിയൊരു വെട്ടലോ അല്ലെങ്കിൽ ചെറിയൊരു ടൈറ്റ് മാതിരിയൊക്കെ തോന്നുക, നമുക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്ന മാതിരി തോന്നുകയാണെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റ് ആണ് ഈ ഒരു സംഗതി. ഈ കോൺസെപ്റ്റിന്റെ ബെയറിംഗ് കിടപ്പുണ്ട് താഴെ മുകളിലുമായിട്ട് അതിന്റെ ടീ സ്റ്റമ്പിന്. ആ ഒരു ബെയറിംഗ് ഓവർ ടൈറ്റ് ആവാം. ഓവർ ടൈറ്റ് ആയാലും ഒരു സംഗതി വരും. അതല്ല ഗ്രീസ് ഒക്കെ പോയിട്ട് തേയ്മാനം വന്നിട്ട് അവിടെ ബ്ലൂ ആയി കഴിഞ്ഞാലും ആ ഒരു ബോളിന് വർക്ക് ചെയ്യാൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പൊ ആ സമയങ്ങളിൽ ഈ ഒരു പിടുത്തം വരും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതിന് പോയിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് അതിന്റെ കോൺസെപ്റ്റ് ചെറുങ്ങനെ ലൂസ് ചെയ്തിട്ട് നോക്കുക. ലൂസ് ചെയ്തിട്ട് കറക്റ്റ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ലൂസ് ചെയ്ത് അടി വരുന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് മാറ്റേണ്ടി വരും കേട്ടോ. അത് 400 സംതിങ് ആണ് ആ കോൺസെപ്റ്റിന് വില വരുന്നത്. ലേബർ ചാർജ് അതിന്റെ ഡബിൾ വരും കേട്ടോ. അത് വേറെ അവസ്ഥയാണ്. പിന്നെ ആ കോൺസെപ്റ്റ് മാറ്റി കൊടുക്കുക, അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ രണ്ട് കാര്യം, ബ്രേക്കിന്റെ കാര്യം പറഞ്ഞു, കോൺസെപ്റ്റ് കാര്യം പറഞ്ഞു, എയർ ഫിൽറ്ററിന്റെ ഓയിൽ ഫിൽറ്ററിന്റെ കാര്യം പറഞ്ഞു, എയർ ഫിൽറ്ററിന്റെ കാര്യം പറഞ്ഞു, ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വണ്ടി സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ കാറ്റും വലിപ്പിക്കുന്നു, നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി നീങ്ങുന്നുണ്ടോ നോക്കണം. അപ്പൊ ഞാനിപ്പോ വണ്ടി ത്രോട്ടിൽ കൊടുക്കുന്നതിന് വണ്ടി നീങ്ങുന്നുണ്ട്, വണ്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ഒരു മടിച്ചാണ് വണ്ടി നീങ്ങുന്നത്. ത്രോട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് ഐഡ്ലിങ് മാത്രമേ കൂടുന്നുള്ളൂ, വണ്ടി നീങ്ങുന്നില്ല എങ്കിൽ. ആക്സിലേറ്റർ കൊടുക്കുന്നു, പക്ഷെ വണ്ടി നല്ല കയറ്റക്കയറും, നല്ല ത്രോട്ടിൽ റെസ്പോൺസ് നല്ലോണം ഉണ്ട്, പക്ഷെ വണ്ടി മൂവ് ആകുന്നില്ലെങ്കിൽ അതിന്റെ ക്ലച്ച് ഓവർ ടൈറ്റ് ആണോ നോക്കണം. ഈ ക്ലച്ച് ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഫസ്റ്റ് നോക്കണം ക്ലച്ച് ഓവർ ടൈറ്റ് ആണോ, ക്ലച്ചസ് മാറ്റാനോ നോക്കണം. ക്ലച്ച് ഓവർ ടൈറ്റ് ഉണ്ടോ നോക്കണം. ക്ലച്ച് ഓവർ ടൈറ്റ് ഉണ്ട് എങ്കിൽ ക്ലച്ച് കറക്റ്റ് ആയിട്ട് ഫ്രീ പ്ലേയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് പിന്നെ ആ ഒരു സംഗതി അല്ല, വണ്ടി നീങ്ങില്ല, തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ എത്തുമ്പോൾ തോട്ടിൽ കൊടുക്കുമ്പോൾ അങ്ങനെ ചീറി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ക്ലച്ച് ഡിസ്ക് മാറ്റേണ്ടി വരും കേട്ടോ. അത് യൂസി വണ്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് റഫായിട്ട് ഓടിച്ച വണ്ടികൾക്ക് മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അല്ലാതെ സാധാരണ കോമൺ ആയിട്ട് ലക്ഷം കിലോമീറ്റർ ഓടുന്ന ക്ലച്ച് ഡിസ്കാണ് ശരിക്കും റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് പിന്നെ ക്ലച്ചിന്റെ കാര്യം. പിന്നെ ആ ഒരു കാര്യം, ഐഡ്ലിങ് കറക്റ്റ് ആണ്, പിന്നെ ത്രോട്ടിലില്ല. അതായത് നമ്മൾ നീങ്ങുന്നതനുസരിച്ച് ത്രോട്ടിൽ റേസ് ആവുന്നൊന്നുമില്ല. വണ്ടി ഒരു ഒരു ശ്വാസം മുട്ടിയ മാതിരിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എയർ ഫിൽറ്റർ നോക്കുക. പിന്നെ കാർബറേറ്റർ പിന്നെ അയച്ചതിന് ശേഷം കാർബറേറ്ററിന്റെ ഓപ്പൺ പിസ്റ്റൺ ഡയഫ്രത്തിന്റെ ഹോൾ ഉണ്ടോ നോക്കുക. അതേമാതിരി ഡയഫ്രത്തിന് സ്ക്രാച്ച് വീണിട്ട് എയർ ഫിൽറ്റർ ഒക്കെ മാറ്റാതെ കുറെ കാലം മാറ്റാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയഫ്രത്തിന്റെ പിസ്റ്റൺ സ്ലൈഡറിന് സ്ക്രാച്ച് ചെയ്യും. അപ്പൊ എയർ പോകുന്നത് ശരിക്കും പൊങ്ങാളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിന് ഓപ്പൺ ആവില്ല. ഓപ്പൺ ആവാത്ത സമയത്താണ് വണ്ടിക്ക് പമ്മൽ വരുന്നത്. അതുകൊണ്ട് കാർബറേറ്റർ അയച്ചിട്ട് ഓപ്പൺ പിസ്റ്റണോ ഡയഫ്രമോ എന്താണെന്ന് വെച്ചാൽ അത് മാറ്റി കൊടുക്കുക. പിന്നെ വൺ കിക്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല, കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് തന്നെ ആയാലും 20,000 കിലോമീറ്ററിൽ കഴിഞ്ഞ വണ്ടിയാണ്, സ്പാർക്ക് പ്ലഗ് രണ്ടും മാറ്റി കൊടുക്കുക. പിന്നെ ഒരു സ്പാർക്ക് പ്ലഗ് ഒഴിവാക്കിയതിന് ശേഷം ഒരു സ്പാർക്ക് പ്ലഗിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വണ്ടി സ്റ്റാർട്ടിങ് നിൽക്കുന്നത് ടിൻ സ്പാർക്ക് ആണെങ്കിൽ കേട്ടോ, ബേസിക്സിലല്ല പറഞ്ഞ് ടിൻ സ്പാർക്ക് 2 സ്പാർക്ക് പ്ലഗ് വരുന്നത്. ആ 2 സ്പാർക്ക് പ്ലഗും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് പിന്നെ നല്ല തട്ടി കൊടുക്കുക, ഒരു പ്ലഗിന്റെ അഡാപ്റ്റർ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സ്പാർക്കിന്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നുണ്ടോ നോക്കുക. സ്റ്റാർട്ടിങ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടി ആ സ്പാർക്ക് പ്ലഗ് രണ്ടും മാറ്റി കൊടുക്കുക കേട്ടോ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഫ്യൂസ് ബോക്സ് തുറന്നതിന് ശേഷം പല ഫംഗസോ കാര്യങ്ങളൊക്കെ എന്തുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം, വഴി കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഗതികളൊക്കെ നോക്കുന്നത്. പിന്നെ ആംബിയർ മീറ്ററിലുള്ള വണ്ടിയാണ്, ആംബിയർ മീറ്റർ കണക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ലൂബ്രിക്കേഷനൊക്കെ അടിച്ചിട്ട് ആ ഒരു സംഗതി ഇഗ്നിഷൻ കീന്റെയും സംഗതിയും ഒരു ഇലക്ട്രോണിക് ക്ലീനർ ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്ട് വന്നിട്ട് വണ്ടി വഴി കുടുങ്ങാതിരിക്കാനാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ. ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഓയില് പഴയ ആളുകൾ എങ്ങനെ സർവീസ് ചെയ്തെന്ന് അറിയില്ല, ചിലർക്ക് കറക്റ്റ് സർവീസ് എന്നൊക്കെ പറയും. എങ്കിലും കൂടെ ഞങ്ങളിപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. എന്നാലും നമ്മളെ വണ്ടി എടുത്തതിന് ശേഷം നമ്മളേതായ ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആദ്യം ശ്രദ്ധിക്കുന്നത്. 3000 കിലോമീറ്റർ 5000 കിലോമീറ്റർ ഓയിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര നേരത്തെ മാറ്റുന്ന അത്രത്തോളം നല്ല തന്നെയാണ് വണ്ടിയുടെ പെർഫോമൻസ്. അതായത് മൈലേജ് എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കറക്റ്റ് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ഓയിൽ മാറ്റി കൊടുക്കേണ്ട വേണം. നമ്മൾ ആ ഒരു പൈസ ലാഭിച്ചു കഴിഞ്ഞാൽ ഡെയിലി 100-200 പെട്രോൾ അടിക്കുന്നത് ആ ചെറിയ രീതിയിൽ പൈസ ലോസ് ആണ്, അതിനേക്കാളും ലോസ് ആണ് ഉണ്ടാവുക. അതും മനസ്സിലാക്കുക. അപ്പോൾ ഓയിലൊക്കെ എപ്പോഴും നല്ല രീതിയിൽ മാറ്റി ആ ടൈമിൽ പീരിയോഡിക്കലായിട്ട് മാറ്റി കൊടുക്കുക. അതിപ്പോൾ വൈകി ഓടിച്ച് നമുക്ക് ആ ഓയിലിന്റെ പൈസ ലാഭിക്കാൻ ഇപ്പുറത്തൂടെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പൈസ പോകുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. പിന്നെ എയർ ഫിൽറ്റർ എന്തായാലും ക്ലോഗി ആവാനുള്ള സാധ്യത ഉണ്ട്. ഡസ്റ്റ് ഏരിയയിൽ ഓടുന്ന വണ്ടിയാണ്, ഹൈവേ ഓടുന്ന വണ്ടിയാണ്. 12,000 കിലോമീറ്റർ 15,000 കിലോമീറ്റർ ഓടും. അത്യാവശ്യം പൊടി പടലങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൂടെ ഓടുന്നവർക്ക് 3000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിൽ എന്തായാലും നിങ്ങൾ 3000 കിലോമീറ്റർ ഓടുമ്പോൾ എന്തായാലും എയർ ഫിൽറ്റർ ഒന്ന് അയച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കള്ളമാണ് പോയില്ലെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കുന്ന 220 രൂപ മാത്രമേ വില വരുന്നുള്ളൂ അതിന്.
പിന്നെ ഡിസ്പ്ലേക്കുള്ള വണ്ടികളാണ് ഫ്രണ്ട് വരുന്നതെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഡിസ്പ്ലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ പമ്പ് ചെയ്തിട്ടാണ് വണ്ടി വരുന്നത് പിടിക്കുന്നത്. വണ്ടി ഇതാ അപ്പൊ ഞാനിപ്പോ ഇത് ടോം ബ്രേക്കാണ്. അപ്പൊ ഒരു പ്രാവശ്യം പിടിച്ചാൽ കിട്ടുന്നില്ല. ചില സമയത്ത് സ്ലോ ആയിട്ട് പിടിക്കുന്ന സമയത്ത് ലിവർ താഴ്ന്നു പോവാ. അപ്പൊ ഡിസ്പ്ലേക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മൾ പമ്പ് ചെയ്ത് പിടിക്കുമ്പോൾ കിട്ടും. അതല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ ലിവർ താഴ്ന്നു പോകും. ഈ താഴ്ന്നു പോകണം അതിന്റെ MC കിറ്റ് പോയതാണ്, മാസ്റ്റർ സിലിണ്ടർ കിറ്റ് പോയതാണ്. അപ്പൊ ആ ഒരു ചെറിയൊരു റബ്ബർ പിസ്റ്റൺ ആണ് അത് വരുന്നത്. ആ റബ്ബറിന്റെ എന്തെങ്കിലും ഹോളോ അല്ലെങ്കിൽ സ്ക്രാച്ചോ ആവുന്ന സമയത്ത് അത് ഒഴിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ആ ഒരു സമയങ്ങളിൽ നമുക്ക് ആ ബ്രേക്ക് കിട്ടില്ല. അതുകൊണ്ട് ബ്രേക്കിന്റെ കാര്യങ്ങളുള്ള ഒരു കാരണവശാൽ യാതൊരു കോംപ്രമൈസും ചെയ്യരുത്. കാരണം നമ്മൾക്ക് നമ്മളെ ലൈഫും കൊണ്ട് ഓടുന്ന, നമ്മുടെ ജീവനും നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയും കൊണ്ട് ഓടുന്ന വണ്ടിയാണ്. അപ്പൊ ആ ഒരു വണ്ടി ബ്രേക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ബാക്കിയുള്ള ഏതൊരു കാര്യത്തിൽ നിങ്ങൾ പിന്നെ അലസത കാണിച്ചാലും ബ്രേക്കിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഞാൻ കാണിക്കരുത്. ഞാൻ പല ആളുകളോട് കൂടെ എന്റെ കസ്റ്റമറോട് പറയുന്ന അവർ ബ്രേക്കില്ലാത്ത വണ്ടി കൊണ്ട് നടക്കും. അവർക്ക് മാത്രമേ വണ്ടി ചവിട്ടി പിടിച്ചാൽ കിട്ടില്ല, എനിക്കൊന്നും കിട്ടില്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ വിട്ടുപോകാറുണ്ട്. അപ്പം അത് അവരെ ഐഡിയ കൊണ്ടെടുക്കുന്നതാണ്. അതൊക്കെ ഈ ഒരു ഐഡിയയും ഈ ഒരു കാര്യങ്ങളും നമ്മുടെ ടെക്നിക്കും ചിലപ്പോൾ ബ്രേക്കില്ല അങ്ങനെ കൊണ്ടെടുക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരു എമർജൻസി ഘട്ടങ്ങളിൽ ഇതൊന്നും അപ്ലൈ ആവില്ല കേട്ടോ. അത് പോകേണ്ടടുത്ത് ഇടിച്ച് കയറിയിട്ടേ വണ്ടി നിൽക്കുള്ളൂ. അപ്പം അതൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ റോഡ് ഫ്രീ ആയിട്ട് നമ്മളെ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് ഓടിക്കാൻ മാത്രമേ അത് കിട്ടുള്ളൂ. ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഒരു സംഗതി ഒന്നും വർക്കാവില്ല. അതുകൊണ്ട് ബ്രേക്കിന്റെ കാര്യത്തിൽ യാതൊരു പിന്നെ അലസത നിങ്ങൾ കാണിക്കരുത്. അപ്പം കേബിൾസ് കാര്യങ്ങൾ, ത്രോട്ടിൽ കേബിള് ഞാൻ പറഞ്ഞു ഡബിൾ കേബിൾ ഇട്ടാണ് ട്വിൻസ് പാർക്ക് വണ്ടികളൊക്കെ ത്രോട്ടിൽ സ്വിച്ച് ആണുള്ളത്. ആ ത്രോട്ടിൽ സ്വിച്ച് ഫംഗ്ഷൻ ആവുന്ന ഡബിൾ കേബിൾ തന്നെയാണോ നിങ്ങളെ വണ്ടിയുള്ളത് നോക്കുക. അപ്പൊ സിംഗിൾ കേബിൾ ഇട്ടതൊക്കെ ഒഴിവാക്കി ഡബിൾ കേബിളും ആ ഒരു ത്രോട്ടിൽ സ്വിച്ച്, അതിന് സ്വിച്ച് വരുന്നുണ്ട്. ത്രോട്ടിൽ സെൻസർ എന്നാണ് ഇപ്പൊ പുതിയ പേര് വരെ. പഴയ പോലെ സ്വിച്ച് ആണ്, TP സ്വിച്ച് എന്ന് പറയും. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എന്ന് പറയുന്ന പകരം ത്രോട്ടിൽ സ്വിച്ച് ആണ്. അത് എത്രത്തോളം നമ്മൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് TCI യൂണിറ്റിനെ അറിയിക്കുന്നു. അതിനനുസരിച്ച് കറണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ TCI യൂണിറ്റിൽ ആ ഒരു ഡബിൾ കേബിൾ വാങ്ങിച്ചിട്ട് 100 രൂപ മാത്രമേ വില വരുന്നുള്ള ത്രോട്ടിൽ സ്വിച്ചിന് ആ സ്വിച്ച് നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പം ശരിയായ രീതിയിൽ ഇതൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾ വണ്ടി കൊണ്ടുകൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി വല്ലാതെ ഒന്നും ഒരു പണിയൊന്നും തരില്ല. മാത്രമല്ല പിന്നെ നല്ല മൈലേജും നല്ല പെർഫോമൻസ്, റോയൽ എൻഫീൽഡ് നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായി മാറും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പം വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, റോയൽ എൻഫീൽഡ് കുറച്ച് വെയിറ്റ് കൂടിയ വണ്ടിയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പുറകിലെ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ടോ വണ്ടി നിർത്താൻ ശ്രമിക്കരുത്. എപ്പോഴും ബോട്ട് ബ്രേക്ക് തന്നെ അപ്ലൈ ചെയ്ത് രണ്ട് ബ്രേക്കും ഒരുമിച്ച്, അത് നമ്മൾ ടെറൈൻ അനുസരിച്ച് ചിലപ്പം ഫ്രണ്ട് കൂട്ടി പിടിക്കേണ്ടി വരും, ചിലപ്പം ബാക്ക് കുറച്ച് പിടിക്കും. അത് സ്പീഡ് അനുസരിച്ചാണ്. എന്തായാലും ഫ്രണ്ട് ബ്രേക്ക് ഹൈ സ്പീഡിലാണ് ഓടുന്നെങ്കിൽ അവർ ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് കൂടുതൽ പിടിച്ച് ബാക്ക് ബ്രേക്ക് കുറച്ച് കുറവ് പിടിച്ച് അത് പെർസെൻറ്റേജ് അങ്ങനെയാണ്. സ്പീഡ് അനുസരിച്ചാണ് നമ്മൾ ബ്രേക്കിന്റെ ആപ്ലിക്കേഷൻ വരേണ്ടത്. പക്ഷെ അത് വേറെ ഒരു ടെക്നിക്ക് തന്നെയാണ്, ശരിക്കും പഠിച്ചു വേണ്ട വിഷയമാണ്. എന്നാൽ എല്ലാവരോടും പറയാനുള്ളത് കഴിയുന്നതും പരമാവധി നിങ്ങൾ രണ്ട് ബ്രേക്കും ഒന്നിച്ച് തന്നെ പിടിക്കാൻ നോക്കുക. ABS ഉള്ള വണ്ടികളാണ് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്കും. ഇലക്ട്രോണിക്സ് ബ്രേക്ക് ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ഇല്ലാത്തതിന്റെ കൊണ്ട് ആ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ സ്പോർട്ടി റൈഡിംഗ് ഉള്ള ആളുകൾ നോക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരായ ആളുകൾ നമ്മൾ ശരിക്കും രണ്ട് ബ്രേക്കും ഒരു ശരിയായ രീതിയിൽ, അതായത് നമുക്ക് ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടെ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും. മാത്രമല്ല നിങ്ങൾ ബ്രേക്ക് ഷൂവിന് നല്ല ലൈഫ് കിട്ടും. ഒരു ബ്രേക്ക് ഷൂ മാത്രം ബാക്ക് മാത്രം ചവിട്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു വിഷയമാണ് ബ്രേക്ക് ഷൂ പെട്ടെന്ന് മാറേണ്ടി വരിക. മാത്രമല്ല പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടിന്റെ കൺട്രോൾ നഷ്ടപ്പെടും. ഫ്രണ്ട് മാത്രം പിടിക്കുന്ന ആളുകൾ ഡിസ്ക് ബ്രേക്കിന്റെ പാഡ് പെട്ടെന്ന് കഴിഞ്ഞിങ്ങനെ പോകുന്നത് കാണാം. അപ്പൊ ഈ രണ്ടും കൂടി നമ്മൾ ആ ഒരു പിന്നെ ഇതിന്റെ വെയിറ്റ് വണ്ടിക്ക് ഉണ്ടാകുന്ന പവർ പിന്നെ രണ്ടിലേക്കും രണ്ട് വീലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ബ്രേക്കിന് ലാസ്റ്റിംഗ് കിട്ടും. മാത്രമല്ല ടയർ തേയ്മാനം ഗണ്യമായി കുറയും. പിന്നെ ഒരു ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും എല്ലാം തന്നെ മോചനം കിട്ടും എന്നുള്ളത്. പിന്നെ മൈലേജ് കിട്ടാൻ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യ ബ്രേക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അനാവശ്യമായിട്ട് ബ്രേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് മൈലേജ് കിട്ടാൻ ആദ്യം ചെയ്യേണ്ടത്. മൈലേജിൽ നിന്ന് നമ്മൾ ഓടിക്കുന്ന അനുസരിച്ചാണ്. എന്തായാലും 40 അബോവൊക്കെ മൈലേജ് റോയൽ എൻഫീൽഡ് പഴയ വണ്ടിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 40, 45, 50 വരെ കിട്ടുന്ന വണ്ടികളുണ്ട്. അത് നമ്മളെ യൂസ് ചെയ്യാൻ അനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ആവശ്യം ഇത് റിലേറ്റഡ് ആയിട്ടാണ് വീഡിയോ ചെയ്തു തരേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്തു തരുന്നതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും എപ്പോഴും കോൾ ചെയ്ത്
ചോദിക്കരുത്, വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് മറുപടി തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.